ചെറുപ്പം മുതലേ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആകണം, നല്ലൊരു കളിക്കാരനാകണം എന്നുള്ള ആഗ്രഹം അത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ കഥാനായകൻ. അതിനുവേണ്ടി അദ്ദേഹം മാക്സിമം ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നാട്ടിലൊരു കോച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു കളിക്കാരനായിരുന്നു, ഫുട്ബോൾ കളിക്കാരനായിരുന്നു. മാത്രമല്ല എല്ലാറ്റിനും ഉപരി നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. പക്ഷെ ഒരു തരണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നായകനും ഈ കോച്ചില്ലേ, ഫുട്ബോൾ പ്ലെയർ എന്ന് പറഞ്ഞ ഈ കോച്ച്, അദ്ദേഹത്തെ കൊന്ന ആൾക്കാരും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവുകയാണ്. അപ്പൊ ഇങ്ങനെ ആരംഭിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, ഈ ഒരു പ്രശ്നം ആരംഭിച്ച് അതുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളും പിന്നെ സിനിമ എവിടെ വന്നു എന്നുള്ളതൊക്കെയാണ് പിന്നീട് കഥയിൽ പറയുന്നത്. എന്തായാലും സിനിമയുടെ മറ്റ് വിശേഷങ്ങൾ, സിനിമ എങ്ങനെയുണ്ട്, നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമോ, എനിക്ക് എന്താ ഫീലിംഗ് ആണ് അല്ലെങ്കിൽ എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് സിനിമ തന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള നല്ല സിനിമകൾ അല്ലെങ്കിൽ ചെറിയ സിനിമകളിൽ നല്ലത് റിലീഫ് ആവുന്ന സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, മൂവി ഗ്രൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 പുറത്തു വന്ന ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടുള്ള ഫൈറ്റ് ക്ലബ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അബ്ബാസ് എ റഹ്മാൻ അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് മുഴുവനായി സിനിമ ഞാൻ കണ്ട ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു മേക്കിംഗ് തന്നെയായിരുന്നു. മറ്റെന്ത് എടുക്കുന്നതിനേക്കാളും ആ സിനിമയുടെ ആ ഒരു മേക്കിംഗ്, ഓവറോൾ ആ ഒരു മേക്കിംഗ് തന്നെയാണ് എനിക്ക് ഇംപ്രസീവ് ആയി തോന്നിയ ഒരു കാര്യം. അതും ഇപ്പം ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഇപ്പം ഒരു കാര്യങ്ങൾ എത്ര നന്നായി, ഒരു കാര്യങ്ങൾ എത്ര താഴ്ന്നു നിന്നു, അങ്ങനെയൊന്നുമല്ല. എല്ലാവരും, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയത് എന്നാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ മലയാളത്തില് ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ റിലീസായ ഒരു സിനിമയുണ്ട്, അങ്കമാലി ഡയറീസ്. ആ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അതിന്റെ ഒരു മേക്കിംഗ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ അങ്ങ് സംഭവിച്ചു പോകുവാണ്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇങ്ങനെ വരണം എന്ന് തോന്നിക്കാത്ത രീതിയിൽ നമ്മൾ ആ ഒരു ഒഴുക്കിനങ്ങ് സംഭവിച്ചു പോകുന്നത് പോലെയാണ് എനിക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ചില കാര്യങ്ങൾ, ചില ആക്ഷൻ സീക്വൻസ്, ഫസ്റ്റ് ഒക്കെ ഉള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതങ്ങ് സംഭവിച്ചു പോകുന്ന പോലെയാണ് അങ്ങ് പോകുന്നത്. ആ രീതിയിലാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. ചില ഫൈറ്റ് സീനൊക്കെ വന്നു കഴിയുമ്പോൾ വരുന്നു, അടിക്കുന്നു, പോകുന്നു, ആ ഒരു രീതിയിലാണ് അങ്ങ് ആ ഒരു ഒഴുക്കിനങ്ങ് സംഭവിച്ചു പോകുവാണ്. ഇന്ന രീതിയിലൊക്കെ സംഭവിക്കണം, അല്ലെങ്കിൽ ഒരാൾ അടിക്കുമ്പോൾ 4 പേര് പറക്കണം, ആ ഒരു രീതിയല്ല. ആ ഒരു സെറ്റപ്പാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയ ഒരു കാര്യം. എന്തായാലും സിനിമയിൽ എനിക്ക് മറ്റു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും അതുപോലെ തന്നെ സിനിമയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. സിനിമയുടെ ഓവറോൾ ആ ഒരു മേക്കിംഗ്, ആ ഒരു പാക്കേജ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം. പാക്കേജ് എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിന് എടുത്തെടുത്ത് തന്നെ പറയണം. ഇതെല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ ഒരു മേക്കിംഗ് അത് തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഏറ്റവും വലിയ കാര്യം. അതിലോട്ട് വരുമ്പോൾ സിനിമയുടെ എഡിറ്റിംഗ് ആയാലും അതുപോലെ തന്നെ മ്യൂസിക്, സൗണ്ട് ഡിസൈനിങ്, സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആയാലും എനിക്ക് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഈ മ്യൂസിക്കും നമ്മുടെ ഈ എഡിറ്റിങ്ങും രണ്ടും കൂടി ഒരുമിച്ച് വന്ന ആദ്യത്തെ ആ ഒരു സീൻ, ആദ്യം തന്നെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാൻ അത് നോക്കുന്നത്. ആദ്യം നമ്മൾ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതായത് ഒരു ക്ലാസ് റൂമിനുള്ളിലും അത് പുറത്തും വെച്ചാണ് സീൻ കാണിക്കുന്നത്. ടക്ക 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 എന്നുള്ളൊരു, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു രീതിയിലാണ് ആ ഒരു സൗണ്ട് എഫക്റ്റ് വരുന്നത്. അത് വരുന്നതനുസരിച്ച് നല്ല രസമാണ് അത് കേൾക്കാൻ. അത് വരുന്നതനുസരിച്ച് ഓരോ വിഷ്വൽസും കട്ട് ചെയ്ത് മാറി 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 വരുന്നുണ്ട്. അതൊരു രസമായിട്ട് എനിക്ക് തോന്നി കണ്ടിരിക്കാനായിട്ട്. അതുപോലെ ഒത്തിരി സീനുകളുണ്ട് കേട്ടോ. ഇപ്പൊ ഫ്ലാഷ് ബാക്ക് പറയുന്ന കുറെ സീനുകളുണ്ട് സിനിമയിൽ. കുറെ അല്ല, 2-3 സീനുകളുണ്ട്. അതിലോട്ട് വരുമ്പോൾ ആ ഒരു കട്ട്, അതായത് നമ്മൾ ആ തിയേറ്ററിലോട്ട് വരുന്ന ഒരു സംഭവം, ഒരു ഫൈറ്റിന് വേണ്ടി വരുന്ന ഒരു സംഭവം ഉണ്ട്. അവിടെ വെച്ചൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അപ്പൊ ആ ഫ്ലാഷ് ബാക്കിലോട്ട് പോയിട്ട് അതുപോലെ തന്നെ തിരിച്ച് വരുന്ന ഒരു സെറ്റപ്പൊക്കെ അതും എനിക്ക് നല്ല രീതിയിൽ തോന്നി. അതൊക്കെ പി കൃപാകരൻ, അദ്ദേഹമാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കും നല്ലപോലെ സിനിമയ്ക്ക് ആപ്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. എന്തായാലും തീരുന്നില്ല. സിനിമയുടെ ചില ആക്ഷൻ സീക്വൻസുകളൊക്കെ, സിനിമാറ്റോഗ്രാഫി ആയാലും നോക്കുവാണെങ്കിൽ, അതുപോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി നോക്കുവാണെങ്കിൽ, രാത്രിയിൽ നടക്കുന്ന ചില ആക്ഷൻ സീക്വൻസുകളുണ്ട്, അതുപോലെ തന്നെ പകല് നടക്കുന്ന ചില ആക്ഷൻ സീക്വൻസുകളുണ്ട്, നട റോട്ടിൽ നടക്കുന്നത്. അതൊക്കെ വളരെ നീറ്റായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അങ്ങ് ഒത്തിരി ആർട്ടിഫിഷ്യൽ ആവുന്നില്ല, അല്ലെങ്കിൽ അങ്ങ് സംഭവിച്ചു പോകുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമേനെ നമ്മുടെ മലയാളത്തിൽ വന്ന അങ്കമാലി ഡയറീസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അതിന്റെ ചില സീനുകൾ, ഈ സിനിമയുടെ ചില സീനുകൾ കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തോന്നി. കാരണം അതിലും അങ്ങ് സംഭവിച്ചു പോവുകയാണ്. ചില ഫൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വന്നു കൊടുത്തു പോകുന്നു, ആ ഒരു രീതി, ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്ത്. അങ്ങ് വരുക, സംഭവിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒരു ടോവിനോട് ഒരു ചിത്രമുണ്ട്. ആ ഒരു ചിത്രത്തിൽ ഒരു തിയേറ്ററിനുള്ളിൽ, അത് പറയുമ്പോൾ തന്നെ ആൾക്കറിയാം, ചിത്രം മൊത്തമല്ല ഞാൻ എടുത്തത്, ആ ഒരു തിയേറ്ററിനുള്ളിൽ നടക്കുന്ന ഒരു ഫൈറ്റ് സീനാണ്. ഒരു മാരക ഫൈറ്റ് സീനാണ്.
ആ ഒരു രീതിയിലൊക്കെ, അതായത് ചുമ്മാ അങ്ങ് കയറി മേയുക, ആ ഒരു സെറ്റപ്പാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും എനിക്ക് അതൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു സിനിമ. അപ്പോൾ ഓവറോൾ നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും സിനിമ എനിക്ക് തന്നത്. നല്ലൊരു ആക്ഷൻ മൂവി, അതും ആർട്ടിഫിഷ്യലായിട്ട് മേക്ക് ചെയ്യാതെ കുറേ നാച്ചുറലായിട്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത്രയും നീട്ടേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. സിനിമ അത്രത്തോളം അങ്ങ് കൊണ്ടുപോകാതെ കുറച്ച് ഒന്ന് ചുരുക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു. എന്തായാലും അതൊന്നും ഒരു നെഗറ്റീവ് അല്ല, പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യകതയില്ല. ഞാൻ പറഞ്ഞതുപോലെ ഓവറോൾ നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് എനിക്ക് തന്നു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിനിമ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. മൊത്തം വയലൻസ് നിറഞ്ഞൊരു സിനിമയാണിത്. അതുകൊണ്ട് കുട്ടികൾക്ക് യാതൊരു ബന്ധവുമില്ല സിനിമയായിട്ട്. അവരുമായിട്ട് പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിലവിൽ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്, എല്ലാവരും കാണുക. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. എന്തായാലും ഇതുപോലെയുള്ള ഒരു റിലീസിംഗ് സിനിമ, അല്ലെങ്കിൽ റിലീസിംഗ് സിനിമയിൽ നല്ല സിനിമ, അതുപോലെ ചെറിയ സിനിമകളിൽ അധികം പോപ്പുലർ ആകാതെ പോയ സിനിമകളിൽ നല്ല സിനിമ, ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.